ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുടെ വീടുകളിൽ ഈട് കയറി ഇറങ്ങി. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ എത്ര സമയമാണ് ഈട് ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾ പരിശോധിക്കണം. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. ഈ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയവൽക്കരിക്കുക. CBI എന്ന് പറഞ്ഞത് എന്താണ്? അതുപോലെ തന്നെ ഇവിടെ പത്രമാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടുന്നു. അവരോട് കൃത്യമായ വാർത്തകൾ, എന്ത് വാർത്ത കൊടുക്കണം, ഏത് വാർത്ത കൊടുക്കണം എന്ന് അവരോട് പറയുന്നു. ആ വാർത്തകളല്ല അവർ കൊടുക്കുന്നതെങ്കിൽ ആ വാർത്തകൾ കൊടുത്തവന് നേരെ മർദ്ദനമുണ്ടാവുന്നത് നമ്മൾ കണ്ടതാണ്, കൊല ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഇന്ത്യയുടെ ചരിത്രം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത് എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. മാർട്ടിൻ ജോർജ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടാനുള്ള ശ്രമവും ഇന്ത്യയിൽ നടന്നുവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണപുരം മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുത്ത AV സിദ്ദിഖിന്റെ സ്ഥാനാരോഹണവും പ്രവർത്തക കൺവെൻഷനും ചെറുകുന്ന് കണ്ണപുരം പ്രസന്ന കലാസമിതി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിക്കാനുള്ള ശ്രമമാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. EDയെയും CBIയുമെല്ലാം രാഷ്ട്രീയ ആയുധമാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നും അഡ്വക്കേറ്റ് V. മാർട്ടിൻ ജോർജ് പറഞ്ഞു. VV മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. MK രാജൻ, കാപ്പാടൻ ശശിധരൻ, കൂനത്തറ മോഹനൻ, നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.